أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ളവരെ, സമസ്ത കേരള ഇസ്ലാമിക് സെന്റർ ദമാം കമ്മിറ്റി നടത്തുന്ന ഒരു തുള്ളി വെളിച്ചം പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ഒരു റമളാൻ 17 കടന്നെത്തുമ്പോൾ നാം ആവേശത്തോടെ, അതിലേറെ ആദരവോടെ ബദരീങ്ങളെ ഓർക്കുന്നു. രക്തസാക്ഷിത്വത്തിൻ്റെ ബലിക്കല്ലിൽ ജീവാർപ്പണം ചെയ്ത് വിശുദ്ധ ദീനിനെ സംരക്ഷിക്കാൻ ചങ്കുറപ്പോടെ മുന്നോട്ട് വന്ന ധീരന്മാർ. ലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല ചെയ്യപ്പെട്ട ആളുകൾ, രക്തസാക്ഷികളായ ആളുകൾ, അവർ മരണപ്പെട്ടവരാണ് എന്ന് നിങ്ങൾ ധരിക്കരുത്. പകരം അള്ളാഹുവിൻ്റെ അടുക്കൽ അവരെന്നും ജീവിച്ചിരിക്കുന്നവരാണെന്ന് ഖുർആൻ പറയുന്നു. അതേ, ബദറിൻ്റെ ഓർമ്മകൾക്കും ബദരീങ്ങളുടെ ഓർമ്മകൾക്കും ഒരിക്കലും മരണമില്ല. മുസ്ലിം ഉള്ള കാലത്തോളം ബദർ സ്മരിക്കപ്പെടും. കാരണം മുസ്ലിമിന്, ഇസ്ലാമിന് നിലനിൽപ്പിൻ്റെ രാജപാത വെട്ടിത്തെളിയിച്ചു തന്നവരാണവർ. പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ നാം അവരെ ഓർക്കുന്നു. പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും നൊമ്പരങ്ങളും വരാതിരിക്കാൻ ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവിനോട് നമ്മൾ കാവൽ തേടുന്നു. തവസ്സൽനാ ബിസ്മില്ലാ വബിൽ ഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ ലില്ലാ ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. അല്ലാഹുവിൻ്റെ ദീനിനെ തകർക്കാൻ വന്ന കുഫാറുകളോട് ധീരമായി അടരാടി ഈ ദീനിനെ കാത്തവർ, അവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ കാക്കുമെന്നുള്ള വിശ്വാസം, ആ വിശ്വാസമുണ്ടായത് കാരണം തന്നെ പൂർവീക കാലം മുതൽ നമ്മുടെ വീടിൻ്റെ ചുമരുകളിൽ ബദരീങ്ങളുടെ പേരുകൾ എഴുതിയ ബോർഡുകൾ ഫ്രെയിം ചെയ്ത് തൂക്കുമായിരുന്നു നമ്മൾ. പക്ഷേ ചില ആളുകൾ ദീനിന് വേണ്ടി ഒരു മുള്ള തറക്കാൻ പോലും തയ്യാറില്ലാത്ത ആളുകൾ, ദീനിന് വേണ്ടി ജീവൻ ത്യജിക്കേണ്ടി വരുന്ന ഘട്ടം വന്നാൽ മാളത്തിലൊളിക്കുന്ന ഭീരുക്കൾ, പക്ഷേ ജീവൻ കൊടുത്ത് ദീനിനെ സംരക്ഷിച്ച ബദരീങ്ങളെ കുറ്റം പറയുന്നു. അവർ നമ്മെപ്പോലെ സാധാരണക്കാർ മാത്രമാണ്. അവർക്കെന്ത് പ്രത്യേകത? അവരുടെ പേരിൽ ആണ്ടും നേർച്ചയും എല്ലാം നടത്തുന്നത് എന്തിനു വേണ്ടി എന്നെല്ലാം ചോദിക്കുന്ന വിവരദോഷികൾ. മഹാനായ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, മാ തഅദ്ദൂന അഹ്ല ബദരിൻ ഫീക്കും. ബദരീങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് കണക്കാക്കുന്നത്? പരിശുദ്ധ നബി തങ്ങൾ പറഞ്ഞു, മിൻ അഫ്ളലിൽ മുസ്ലിമീൻ, അവർ മുസ്ലിമീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്. ഖാൽ, ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, വകദാലിക മൻ ഷഹിദ ബദറൻ മിനൽ മലായിക, മലക്കുകളിൽ നിന്ന് ബദറിൽ പങ്കെടുത്തവരെയും ഞങ്ങൾ അങ്ങനെയാണ് കണക്കാക്കുന്നത് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയുണ്ടായി. മാത്രമല്ല, ബദരീങ്ങളെ കുറ്റപ്പെടുത്തുന്ന പദപ്രയോഗങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടായാൽ നബി തങ്ങൾ അവരെ ശാസിക്കുകയും താക്കീത് ചെയ്യുകയും ചെയ്യുമായിരുന്നു. പാടില്ല. വഖദ് ഷഹിദ ബദറൻ, അദ്ദേഹം ബദറിൽ പങ്കെടുത്തവരാണ്. അവരുടെ കഴിഞ്ഞുപോയ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു. യഅ്മലൂ മാ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിച്ചത് പ്രവർത്തിച്ചു കൊള്ളുക എന്ന് അള്ളാഹു സമ്മതം കൊടുക്കപ്പെട്ടവരാണവർ. കാരണം ഈ 313 വരുന്ന ചെറുസംഘം അന്ന് സംരക്ഷിച്ചത് പരിശുദ്ധ ദീനിനെയാണ്. പുണ്യ റസൂലിന്റെ പ്രാർത്ഥന തന്നെ അതിന് തെളിവാണ്. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസ്വാബത ലൻ തുഅബദ ബഅദഹ. അല്ലാഹുവേ, ഈ ചെറുസംഘത്തെ നീ നശിപ്പിച്ചാൽ പിന്നെ ഭൂമിയിൽ നിന്നെ ആരാധിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവില്ല. ചരിത്രത്തിൽ ഈ ഒരുപാട് ഏറ്റുമുട്ടലുകൾ നടന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഏറ്റുമുട്ടൽ ബദറിന്റെ മുമ്പോ പിമ്പോ നമ്മൾ കേട്ടിട്ടില്ല. 313 ഏറ്റുമുട്ടാൻ അതിൻ്റെ 3 ഇരട്ടി ആൾബലവും സർവായുധ
സജ്ജരുമായ ഒരു സൈന്യം. പക്ഷേ ചരിത്രം വഴിമാറി. 313 കൂടെയായിരുന്നു സത്യം. തൗഹീദ് ആ 313 കൂടെയാണ്. അള്ളാഹുവിൻ്റെ സഹായവും അവർക്കൊപ്പമാണ്. അള്ളാഹു സഹായിക്കാൻ തീരുമാനിച്ചാൽ ആ സംഘത്തെ നശിപ്പിക്കാനും പരാജയപ്പെടുത്താനും ആർക്ക് കഴിയും? മാത്രമല്ല, ബദറിലേക്ക് പോകും വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെ പ്രബല ഗോത്രമായ ഖസ്റജിന്റെ തലവൻ മിഖ്ദാദിനോട് അഭിപ്രായമാരാഞ്ഞു. മിഖ്ദാദ്, നമ്മൾ എന്ത് ചെയ്യണം? പരിശുദ്ധ നബി തങ്ങളോട് മിഖ്ദാദിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ഇംലി ലിമാ അറാകല്ലാഹ് നഹ്നു മഅക യാ റസൂലല്ലാഹ്. അള്ളാഹു കാട്ടിത്തന്ന വഴിയിലൂടെ മുന്നോട്ട് നടന്നാലും ഞങ്ങൾ നിങ്ങളോട് കൂടെയുണ്ട് പ്രവാചകരെ. നീയും നിന്റെ അള്ളാഹുവും റബ്ബും പോയി യുദ്ധം ചെയ്തുകൊള്ളുക, ഞങ്ങളിവിടെ ഇരുന്നോളാം എന്ന് മൂസാ നബിയുടെ അനുയായികൾ പറഞ്ഞ പോലെ ഞങ്ങൾ ഒരിക്കലും പറയില്ല. അങ്ങേക്ക് വേണ്ടി അങ്ങയുടെ വലത്തും ഇടത്തും മുന്നിലും പിന്നിലും നിന്ന് അങ്ങേക്ക് വേണ്ടി പടപൊരുതും ഞങ്ങൾ എന്ന് മിഖ്ദാദിന്റെ മറുപടി. മറ്റൊരു ഗോത്രമായ ഔസിന്റെ തലവൻ സഅദ് ബിൻ മുആദിന്റെ അഭിപ്രായം നബി ആരാഞ്ഞു. സഅദ് ബിൻ മുആദിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: കടലിൽ ചാടി മരിക്കാൻ പറഞ്ഞാലും, അങ്ങ് ഞങ്ങളോട് കടലിൽ ചാടി മരിക്കാൻ പറഞ്ഞാലും ഞങ്ങൾ തയ്യാറാണ്. ഈ രണ്ടഭിപ്രായങ്ങൾ കേട്ട നബിതങ്ങൾ ഉടനെ പറഞ്ഞു: ഫകഅന്നി അൻദുറു ഇലാ മസാരിൽ ഖൗം, ശത്രുവിന്റെ പതനസ്ഥാനങ്ങൾ ഞാൻ കാണുന്നു എന്ന്. ചുരുക്കത്തിൽ, സത്യവും അസത്യവും തമ്മിൽ നടന്ന ആ മഹായുദ്ധത്തിൽ സത്യം വിജയിച്ചു. അസത്യം അഥവാ ബാത്തിൽ, ശിർക്ക് പരാജയപ്പെട്ടു, കടപുഴകി പരാജയപ്പെട്ടു. ബദറിലെന്ന ആധുനിക മുസ്ലിം സമൂഹം പഠിക്കേണ്ട പ്രധാനപ്പെട്ട പാഠം എണ്ണത്തിലും വണ്ണത്തിലും വലുപ്പത്തിലുമല്ല കാര്യം. പകരം അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങളാണ് ഉന്നതർ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ എന്ന തത്വമാണ്. അള്ളാഹു ബദരീങ്ങളെ സ്നേഹിക്കാനും അവരോടുകൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാനും നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين.